അല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറകത്ത് കൊണ്ട് നീ സാഹചര്യങ്ങളുടെ സഹരിൽ നിന്നും മാരണക്കാരുടെ മാരണത്തിൽ നിന്നും കൂടോത്രക്കാരുടെ കൂടോത്രങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. അസൂയാലുക്കളുടെ അസൂയിൽ നിന്നും വഞ്ചകന്മാരുടെ വഞ്ചനയിൽ നിന്നും ചതിയന്മാരുടെ ചതിയിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപാട് കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒന്നിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഒരുപാട് കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒന്നാണ് സിഹിർ. അതിനെപ്പറ്റിയാണ്, അഥവാ മാരണം, കൂടോത്രം. അല്ലാഹു അതിൽ നിന്നൊക്കെ നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതിനെപ്പറ്റി പലരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ മാറ്റിയെടുക്കാം? പല ദാമ്പത്തിക ബന്ധങ്ങൾ തകർന്നു പോകുന്നതും സിഹിർ മൂലമാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ സിഹിർ സംഭവിച്ചാലുണ്ടാകുന്ന 12 അടയാളങ്ങൾ നമുക്ക് നോക്കാം. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. അപ്പൊ സിഹിർ നമുക്ക് ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന 12 അടയാളങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അങ്ങനെ ഈ 12 അടയാളങ്ങൾ ഏതെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചും, അഥവാ സിഹിറിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ചുമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് മുമ്പായി ഒരു കാര്യം പറയാം. കണ്ടതൊക്കെ സിഹിറായി വിശ്വസിക്കുന്ന ചിലരുണ്ട്. ഉദാഹരണത്തിന്, നമുക്കൊരു അസുഖം വന്നാൽ മരുന്ന് കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. അവർ ഹോസ്പിറ്റലിൽ പോയത് മരുന്ന് പോലും കഴിക്കാതെ ഇത് സിഹിറാണ് എന്ന് പറഞ്ഞ് അവരുടെ ശരീരത്തെ ഇങ്ങനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചിലരുണ്ടാകും. അങ്ങനെ കണ്ടതെല്ലാം സിഹിർ ആയി നമ്മൾ കരുതരുത്. ചില ആൾക്കാരുണ്ട്, സിഹിറിനെ നിഷേധിക്കുന്നവരുണ്ട്, മാരണമില്ല, കൂടോത്രമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയല്ല, പൈശാചികമായ ഒരു ഉപദ്രവമാണ് സിഹിർ, മാരണം എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ ഈ സിഹിറിനെ കുറിച്ചും, അഥവാ മാരണം, കൂടോത്രത്തെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിനുള്ള വഴിയും നമുക്ക് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഒരുപാട് പേര് സിഹിർ ബാധിച്ചവർ എന്നെ വിളിക്കുകയും ഞാൻ അതിനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ സിഹിറിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ ഒരുപാട് പേര് നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവരെയൊക്കെ സിഹിറുകളിൽ നിന്നും, മാരണത്തിൽ നിന്നും, ചതിയന്മാരുടെ ചതിയിൽ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ജൂതന്മാർ ഏറ്റവും കൂടുതൽ സിഹിർ ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നത് എന്തിനാണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ അടിപ്പിക്കുകയായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം. പകരം ഭാര്യ ഭർത്താവിനെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി അവർ സിഹിർ ചെയ്ത് വെക്കുന്നവരായിരുന്നു. അപ്പൊ അന്ന് മുതലേ സിഹിർ നിലവിലുണ്ട് എന്ന് സാറാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതലേ സിഹിർ നിലവിലുണ്ട് എന്ന് സാറാണ്. ഒരുപാട് ലക്ഷണങ്ങൾ സിഹിറിനുണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട 12 ലക്ഷണങ്ങൾ പറയാം. അപ്പോൾ ഈ 12 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ അതിനുള്ള പരിഹാരവും ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ സിഹിറിന്റെ ലക്ഷണങ്ങൾ 12 മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 12 എണ്ണം പറയാം ഇൻഷാ അല്ലാഹ്. ആ സിഹിർ, ആ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഇനി നമ്മൾ കല്യാണത്തിന് മുമ്പ് ഭാര്യ ഭർത്താവും തമ്മിൽ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവർ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. സിഹിർ ബാധിക്കുന്ന ആ ഒരു ഗണത്തിലെത്തിയാൽ കുറെ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ഇവൾ യോജിച്ചതല്ല, അല്ലെങ്കിൽ ഭർത്താവ് എനിക്ക് യോജിച്ചതല്ല എന്നൊരു തോന്നൽ വന്നു തുടങ്ങിയാൽ അത് സിഹിർ ബാധിച്ചതിന്റെ അടയാളമാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. മാരണക്കാരുടെ മാരണത്തിൽ നിന്ന്, കൂടോത്രക്കാരുടെ കൂടോത്രത്തിൽ അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. രണ്ട് ജീവിതത്തിൽ എപ്പോഴും ദേഷ്യമുണ്ടായാൽ ഒരു കാരണവുമില്ലാതെ ദേഷ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് സിഹിറിന്റെ ലക്ഷണമാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. 3, സ്നേഹത്തിൽ കുറവുണ്ടാകും. അതായത് ഒരു കാരണവുമില്ലാതെ സ്നേഹത്തിൽ കുറവുണ്ടാവുക. നല്ല സ്നേഹത്തിൽ കഴിഞ്ഞവരാണ്, പെട്ടെന്ന് അത് സംഭവിക്കുക. അത് സിഹിറിന്റെ അടയാളമാണ്. നിരന്തരം സ്നേഹക്കുറവ് അനുഭവപ്പെട്ടാൽ അത് സിഹിറിന്റെ അടയാളമാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. 4, ഭർത്താവ് ജോലിക്ക് പോകാതെ കുഴിമടിയനാകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ജോലി ഉണ്ടെങ്കിൽ അല്ലേ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അത് നശിപ്പിച്ചു കളയുക എന്നുള്ളത്, ജീവിതത്തിലെ സന്തോഷം നശിപ്പിച്ചു കളയുക എന്നുള്ളത് അത് സിഹിർ ബാധിച്ചതിന്റെ ലക്ഷണമാണ്. 5, ഭാര്യ അവളുടെ വീട് സംരക്ഷിക്കേണ്ടവളാണ്. ഒന്നിലും അവൾക്ക് താല്പര്യമില്ലാതെ വരിക. നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ലാതെ വരിക. മക്കളെ നോക്കാൻ താല്പര്യമില്ലാതെ വരിക. മറവി ഉണ്ടാവുക. ഇതെല്ലാം
ഭംഗിയായി നിറവേറ്റിക്കൊണ്ട് നടന്നവളാണ്. പക്ഷേ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഇങ്ങനെയാവുക, ഈ അവസ്ഥയിൽ പെട്ടുപോകൽ സിഹിറിന്റെ ലക്ഷണമാണ്. അല്ലെ, സന്തോഷത്തോടെ നല്ല രീതിയിൽ ഭക്ഷണവും പാചകങ്ങൾ ചെയ്ത് സന്തോഷത്തോടുകൂടി കഴിഞ്ഞു പോകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഭാര്യയ്ക്ക് ഇതിനൊന്നും ഒരു താല്പര്യമില്ലാതെ വരുക. അപ്പൊ നമ്മളെ ഉദാഹരണം പറഞ്ഞ വീട്ടുകാർക്ക് ഇതിനൊന്നും ഒരു താല്പര്യമില്ലാതെ വന്നാൽ അതും സിഹിറിന്റെ ലക്ഷണമാണ്. കാരണമില്ലാതെ ദുഃഖങ്ങൾ അനുഭവപ്പെടുക, എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക, ഏത് സമയം നോക്കിയാലും അതൊക്കെ സിഹിറിന്റെ ലക്ഷണങ്ങളാണ്. ആരോ എപ്പോഴും തന്നോടൊപ്പം ഉണ്ടെന്ന് എന്നുള്ള ഒരു തോന്നൽ അനുഭവപ്പെടുക, അങ്ങനെയാണെങ്കിലും അതും സിഹിറിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. എട്ടാമത്തത്, ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്കുണ്ട്, ഒരു വിഷമവും ടെൻഷനില്ല, പക്ഷെ എങ്ങനെ ശരീരത്തെ നശിപ്പിച്ച് കളയുക, അതായത് ആത്മഹത്യ ചെയ്യാൻ ഒരു മനസ്സ് തോന്നുക, അതും സിഹിറിന്റെ ലക്ഷണമാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. അങ്ങനെയൊന്നും ഒരിക്കലും നമ്മുടെ ശരീരത്തെ ഒരിക്കലും നമ്മൾ നശിപ്പിച്ച് കളയരുത്. മഹത്തുക്കളായ അമ്പിയാക്കന്മാരും സച്ചരിതരായ ജനങ്ങളൊക്കെ ഈ ഭൂമിയിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും അവർ ഈ ഭൂമിയിൽ നിലയുറച്ചു നിന്നവരാണ്. നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരിക്കലും നശിപ്പിച്ച് കളയരുത്. ആത്മഹത്യയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ സിഹിറിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. അതൊക്കെ നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. മനസ്സിന് നല്ല ഉറപ്പും സാന്നിധ്യവും നമുക്ക് കിട്ടാവുന്നതാണ്. 9, പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ലൈംഗികതയിൽ താല്പര്യമില്ലാതെ വന്നാൽ അതും സിഹിറിന്റെ ഒരു ലക്ഷണമാണ്. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. അപ്പൊ എല്ലാ ഭാഗങ്ങളും തർക്കവും ഒച്ചയും ബഹളവും പ്രശ്നങ്ങളൊക്കെ വന്നാൽ അതും സിഹിറിന്റെ ഒരു ലക്ഷണത്തിൽപ്പെട്ടതാണ്. പല ഘട്ടങ്ങളിലും നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മോട് സഹായം ചെയ്തവരുണ്ടാകും, അവരോട് നമ്മൾ വെറുപ്പ് തോന്നുക, നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മൾ വെറുപ്പ് തോന്നുക. അപ്പോൾ അങ്ങനെയുള്ളവർ പിന്നീട് നമുക്ക് അത്യാവശ്യം വരുമ്പോൾ നമ്മൾ നിന്ന് മാറിപ്പോകും, ഒഴിഞ്ഞു പോകും. നമുക്കൊരു വെറുപ്പ് കിടക്കുന്നത് കണ്ടു നമ്മൾ ചോദിക്കുകയുമില്ല. അപ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ താളവും തെറ്റും. പിശാചി ഇങ്ങനെ കിടന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതും സിഹിറിന്റെ ലക്ഷണമാണ്. ഇതെല്ലാം പൈശാചികമായ രോഗങ്ങൾ. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഭർത്താവിന്റെ കൂടെ നിൽക്കുമ്പോഴും അല്ലാത്തപ്പോഴും നിരന്തരമായി നേരിയ ശബ്ദമോ ഉച്ചത്തിലുള്ള ശബ്ദമോ ഇങ്ങനെ കേൾക്കുക, അതും സിഹിറിന്റെ ലക്ഷണങ്ങൾ പെട്ടതാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. അപ്പോൾ ഈ സിഹിർ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഇതിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ. നിങ്ങൾ 5 നേരത്തെ നിസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കുകയും ചെയ്തിട്ട് നിസ്കരിക്കുക, അത് ഒരു പരിഹാര മാർഗമാണ്. 5 നേരത്തെ നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചാൽ ഈ സിഹിറിനൊക്കെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുന്ന ഒരു പരിഹാര മാർഗമാണ്. അപ്പോൾ നമ്മൾ ആ നമസ്കാരം മുറുകെ പിടിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിനുശേഷം സൂറത്ത് യാസീനിലെ സലാമു ഖൗലൻ റബ്ബിർ റഹീം, 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 സലാമു ഖൗലൻ റബ്ബിർ റഹീം എന്ന് നമ്മൾ 6666 പ്രാവശ്യം ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് ഭാര്യ ഭർത്താവും കുടിക്കുക. സൂറത്ത് യാസീൻ ഓതി വരുമ്പോൾ നമുക്കറിയാം സലാമു ഖൗലൻ റബ്ബിർ റഹീം യാസീൻ സൂറത്തിലെ 57-ാമത്തെ ആയത്താണ്. യാസീൻ സൂറത്തിലെ 57-ാമത്തെ ആയത്തായ സലാമു ഖൗലൻ റബ്ബിർ റഹീം, സലാമു ഖൗലൻ റബ്ബിർ റഹീം, സലാമു ഖൗലൻ റബ്ബിർ റഹീം എന്ന 6666 പ്രാവശ്യം ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് ഭാര്യ ഭർത്താവും കുടിക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും 7 ദിവസം തുടരെ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും 7 ദിവസം തുടരെ സൂറത്തുൽ ഫലഖ് സൂറത്തുൻ നാസ്, ആ രണ്ട് സൂറത്ത് ഞാൻ നോക്കിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഈ മഹത്തായ രണ്ട് സൂറത്ത് 7 ദിവസം തുടരെ 41 തവണ നമ്മൾ ഓതുകയോ മറ്റുള്ളവരെ കൊണ്ട് ഓതിപ്പിച്ച് മന്ത്രിക്കുകയോ ചെയ്താൽ ഇൻഷാ അല്ലാഹ് സിഹ്ർ ബാത്തിലാകുന്നതാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നമസ്കാരമുള്ളവരായി മാറണം. അതുപോലെ തന്നെ 6666 പ്രാവശ്യം നമ്മൾ സൂറത്ത് യാസീനിലെ ഈ ചെറിയ ആയത്ത്
മേൽ പറഞ്ഞതുപോലെ നമ്മൾ അത് വെള്ളത്തിൽ ഓതി മന്ത്രിച്ച് ഭാര്യയും ഭർത്താവും കുടിക്കണം. അതുപോലെ 7 ദിവസം തുടർച്ചയായിട്ട് ഈ സൂറത്തുകളൊക്കെ നിങ്ങൾ ഓതിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഈ സിഹറിന് ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്. അർഹമർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അസൂയയിൽ നിന്നും മാരണക്കാരുടെ മാരണത്തിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നുമെല്ലാം അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മളെ മക്കളെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. പടച്ചവനെ സകല സാഗരീകളുടെ സിഹറിൽ നിന്നും കണ്ണീറുകളുടെ നിന്നും മരണക്കാരുടെ മാരണത്തിൽ നിന്നും എല്ലാ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ ഈ പ്രസംഗങ്ങൾ കേൾക്കുന്നവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ഞങ്ങളെ സഹായിക്കുന്നവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സകല അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തണേ അല്ലാഹ്. വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളെല്ലാം ഞങ്ങളിൽ നിന്ന് അകറ്റണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം